അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് വലിയ വേദനയുള്ളൊരു വാർത്ത കേട്ടു. എൻ്റെ മകൻ്റെ സ്കൂളിൽ കണ്ണൂർ CHM പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഇന്നലെ എങ്ങാനാണ് മരണപ്പെട്ടത്, ഞായറാഴ്ച. തിങ്കളാഴ്ച ആ കുട്ടി മരിച്ചത് ഞരമ്പ് മുറിച്ചിട്ടോ അങ്ങനെ എന്തോ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇന്ന് ഈ ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. കുട്ടികൾ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ വാപ്പ എന്തെങ്കിലും പറഞ്ഞാൽ ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആർക്കും അവരെ പേടിച്ചിട്ട് വഴക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിന് മൂല്യ കാരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അതിൽ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നത് എന്താണ്, അന്നേരം പ്രതികാരമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നു, അപ്പം തന്നെ തിരിച്ച് പണി കൊടുക്കാന്നല്ല പറയാം. 8ൻ്റെ പണി 16ൻ്റെ പണി അത് ആ സമയത്ത് തന്നെ കൊടുക്കുന്നതാണ് ഇവരെ മനസ്സിനെ ഭരിക്കുന്നത്. ഈ ഷോർട്ട് വീഡിയോയിലെ കാര്യങ്ങളാണ്. അതിൽ ചെറിയൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവനെ ചെയ്തു. അപ്പോൾ അവരെ മനസ്സവിടെ തൃപ്തിയായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങളൊരിക്കലും ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ച് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ കുട്ടീനെ വാപ്പ വഴക്ക് പറഞ്ഞത് കളിക്കാൻ പോയിട്ട് താമസിച്ച് വന്നു എന്നുള്ള നിലക്കാണ്. അപ്പോൾ മഗ്‌രിബ് ഖളാവും, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്ത് വന്ന അസ്ർ ഖളായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ ആത്മഹത്യ ചെയ്തതിനെ കൊണ്ട് നാളെ നിങ്ങളോട് അവിടെ എത്തിയാൽ അള്ളാഹ് ചോദിക്കും, എന്താ നീ ഇങ്ങോട്ട് വന്ന് എന്താ ആത്മഹത്യ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനുണ്ടാകുക എന്നെ വാപ്പ വഴക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വാപ്പ തല്ലുകൊണ്ട് എന്തിനി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് സുജൂദ് ചെയ്യാത്തതിനെന്നല്ലേ പറയേണ്ട അവിടെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ ഒരൊറ്റൊരു ചെറിയൊരു ചരിത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ ജൂതന്മാർ നിർബന്ധിച്ച് ചതിയിലൂടെയോ മറ്റോ കുറച്ച് കള്ളു കുടിപ്പിച്ചു. അങ്ങനെ അത് ഗവർണർ അറിഞ്ഞ് ആ ഗവർണർ അദ്ദേഹത്തിനെ ഉമർ റളിയല്ലാഹുവിൻ്റെ മകനെ സമാധാനപ്പെടുത്തുകയും ഉമർ റളിയല്ലാഹുവിൻ്റെ വിവരം അറിയിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു രോഷാകുലനായി അദ്ദേഹത്തിനെ ഇങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ മകന് പേടിച്ച് വിറച്ച് വീട്ടിലെത്തി. എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷം പനിയാണ് മൂപ്പർക്ക്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ളുഹർ നിസ്കരിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാരോട് പറഞ്ഞ് അസറിന് വലിയൊരു മുജ്രിമിനെ ശിക്ഷിക്കാനുണ്ട്, എല്ലാവരും അസർ നിസ്കാരത്തിന് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അസർ നിസ്കാരത്തിനെത്തി. മോനെ വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പം ഉമ്മ ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ആ ഭക്ഷണം കൊടുക്കുന്നതെല്ലാം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിചാരണ ചെയ്തിട്ടോ എങ്ങനെയോ അടി തുടങ്ങി. ഉമർ റളിയല്ലാഹു അടിച്ചു. ആ അടിക്കുന്ന അടിയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ എൻ്റെ മകൻ പരാജയപ്പെടരുത്, അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് വിചാരിച്ചിട്ട് ആ കുടിച്ച കള്ളിന് അർഹതപ്പെട്ടതിനധികം അദ്ദേഹത്തിനെ തല്ലി മരണപ്പെട്ടു പോയി. മരിച്ച് പിറ്റേന്ന് മോന് സ്വപ്നത്തിൽ വരികയാണ്, പാപ്പ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനിതാ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് ഓരോ മാതാപിതാക്കളും നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വക്തിന് പള്ളിയിൽ വിടുന്നതും മദ്രസയിൽ വിടുന്നതും. മദ്രസ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇപ്പോഴാണ് ഈ സ്കൂള് ഇല്ലാതാകൊക്കെ. ഈ സ്കൂളിൻ്റെ കൂടെ മദ്രസയും പാടില്ല ഈ മഴ പെയ്യുന്ന സമയത്ത്. അംഗൻവാടിയിലോ എവിടെയും കുട്ടികളെ വിടരുത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മളെല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലുണ്ടായാലും മദ്രസ കൃത്യത്തിൽ നടക്കും, അതിനൊന്നും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും നിങ്ങളെ എന്ത് കോരിച്ചെറിയുന്ന മഴയായാലും എത്ര ചെറിയ കുട്ടിയായാലും മദ്രസയിലേക്ക് ഉമ്മയും ഉപ്പയും വിടുന്നത് നാളെ എന്നോട് എൻ്റെ റബ്ബ് ചോദിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആ റബ്ബിനെ പേടിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ കളിക്കാൻ പോയാൽ നിങ്ങളോട് ചൂടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അവിടെ പോയിട്ട് മറുപടി പറയാൻ കഴിയില്ല. ഈ മാതാപിതാക്കൾക്ക് അള്ളാഹ് ചിലപ്പോൾ നല്ല സ്ഥാനം കൊടുത്തേക്കാം. കാരണം സ്വന്തം മക്കളെ വില വെച്ചില്ല. കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളോട് അള്ളാഹ് പറയുന്നത് ഒരു കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ ആ കുട്ടിനെ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ് പറയുന്നത്. 7 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ തല്ലു എന്ന് പറഞ്ഞൊരു കുട്ടി പറയാം. ഞാനെങ്ങാനും ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9 വയസ്സാ കുട്ടിക്ക് എന്ന് തോന്നുന്നു. ആ കുട്ടി പറയാം,
ഞാൻ മരിച്ചിട്ട് എന്നെ കഫം ചെയ്തിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഉമ്മ ഒരു ഇരുമ്പിൻ്റെ വടി വെക്കണം, എന്നെ മലക്കടിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കാനാണ്. ഈ പ്രായത്തിൻ്റെയും താഴെയാണ് 7 വയസ്സ്. ഈ 7 വയസ്സുള്ള കുട്ടിനോട് അള്ളാഹ് പറയുകയാണ് നിസ്കരിക്കാൻ കൽപ്പിക്കുക. ആ കുട്ടിനെ കൽപ്പിക്കാൻ ഉമ്മാനോട് ഉപ്പാനോട് പറയുകയാണ്. കാരണം ഞാൻ നിങ്ങളാരെയും പഠിച്ചിട്ടില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ കൽപ്പിച്ച ആ കുട്ടിനെ പിന്നെ 10 വയസ്സായാലും ചെറുങ്ങനെ അടിക്കാനാണ് പറയുന്നത്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാക്കുപ്പാക്ക് ചായപ്പൊടി വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിലല്ല. ആ കുട്ടിനെ അടിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് 13 വയസ്സും 18 വയസ്സല്ലായ പിന്നെ ആ കുട്ടിനെ അഥവാ ശരീഅത്ത് കോടതി ശരീഅത്ത് നിയമമെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ കോടതിനെ ഏൽപ്പിക്കണമെന്നാണ്, ഗവൺമെൻറ്റിനെ തിരിച്ചേൽപ്പിക്കണം. എനിക്ക് ഇവനെ വേണ്ട, കാരണം എന്താ, ഇവനെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നില്ല. അതാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കടമ. അപ്പോൾ നമ്മളെ നാട്ടിൽ അത് നടക്കില്ല, കാരണം നമ്മളെ നാട്ടിൽ ഇസ്ലാമിക ഭരണമല്ല. എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇസ്ലാമിക ഭരണമാക്കാലോ. അവനെ തല്ലിക്കൊല്ലണമെന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് നിന്നോട് നാളെ അള്ളാഹ് ചോദിക്കും. അപ്പോൾ നീ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തരുത്, അതുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയറാക്കുകയാണ് മാതാപിതാക്കൾ. അവിടെ നിങ്ങൾ ആത്മഹത്യ ചെയ്തത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് മാതാപിതാക്കളോട് എന്നോടടക്കം പറയാനുള്ളത്, നമ്മളെ കുട്ടികൾക്ക് മൊബൈൽ മറ്റുള്ളതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കൂല. കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇസ്ലാമികപരമായിട്ടുള്ള കാർട്ടൂണും അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുക, ഖുർആനെ പരിചയപ്പെടുത്തുക, അങ്ങനെ അല്ലെങ്കിൽ കൂടി വന്നാൽ മൃഗങ്ങൾ ഇതൊക്കെ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ലോകത്ത് എന്തെല്ലോ അത്ഭുതങ്ങൾ അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ചു കൊടുക്കുക, അതിലൊക്കെ ഇൻട്രസ്റ്റ് വരുത്തിക്കുക. എന്നല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പിന്നെ ഷോർട്ട് വീഡിയോ അത് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ വാർത്ത ആരും പകൽ വെറും വയറ്റിലേക്കാക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കൊന്നു ഇവനെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ടെൻഷൻ കയറും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹ് ഖൈറ് വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.